എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വാപ്പയുടെ ബാധ്യതയാ മക്കൾക്ക് പേരിടൽ. നിന്റെ ഉത്തരവാദിത്തം, പെണ്ണുമ്പിള്ളയുടെ അല്ല. ഓള് പലതും പറയും. എടാ, നിന്റെ മക്കൾക്ക് പേരിടാനുള്ള അവകാശം നിനക്കാ. പെണ്ണ് കെട്ടിയിരിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ ഉടനെ എന്താ നിന്റെ പേര്? എൻ്റെ ഭാര്യ അല്ലേ. പെണ്ണ് കെട്ടി കഴിയുമ്പോഴത്തേക്ക് പേര് മാറും. എൻ്റെ പെണ്ണുമ്പിള്ളയുടെ പേര് സുമയ്യ, കല്യാണം കഴിഞ്ഞപ്പോഴോ സുമയ്യ സിറാജ് അല്ലേ. എല്ലാവരും എന്താ പേരെന്താ? ഭർത്താക്കന്മാരുടെ ആമീന, ഫാത്തിമയുടെ കൂടെ കെട്ടിയവൻ്റെ പേര്. എല്ലാ പെണ്ണുങ്ങളും പുതിയ ഫാഷനാ ഇപ്പോ. ഭർത്താവിന്റെ പേര് ഭാര്യ. അവകാശമുണ്ടോടി നിനക്ക്? ഞാൻ അങ്ങനെ തന്നെ ചോദിക്കും. നിന്റെ പേരിന്റെ കൂടെ നിന്റെ ഭർത്താവിന്റെ പേര് ചേർക്കാൻ എന്ത് അവകാശം? അവ എപ്പോ വേണമെങ്കിലും നിന്നെ ഒഴിവാക്കിയിട്ട് പോകും, എപ്പോ വേണമെങ്കിലും നിന്നെ കളഞ്ഞിട്ട് പോകും. വേറൊരുത്തേക്ക് കിട്ടുമ്പോ ഒരു കുട്ടി ഒരാളുടെ കൂടെ അയാളുടെ പേരിന്റെ കൂടെ മറ്റൊരാളുടെ പേര് ചേർക്കാൻ ലോകത്ത് ഒരാൾക്ക് മാത്രമേ അവകാശമുള്ളൂ, നിന്റെ വാപ്പാടെ പേര് ചേർക്കാൻ. നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവിന്റെ പേരല്ലാതെ വേറെ ആരുടെയും പേര് ചേർക്കാൻ പറ്റൂല. ആദ്യം അത് പഠിക്കണം. കെട്ടിയ ഉടനെ കണ്ടവൻ അവൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഈ അടുത്ത് ഒരു സഹോദരി ഭർത്താവ് കളഞ്ഞിട്ട് പോയി, എല്ലാത്തിനകത്തും ഭർത്താവിൻ്റെ പേരാ. അടുത്ത പെണ്ണ് കെട്ടിയപ്പോഴത്തേക്ക് ഭർത്താവ് പറഞ്ഞ് ആ പേര് മാറ്റണമെന്ന്. ഇനി ഏത് പേരിടും? കല്യാണം കഴിയുമ്പോഴത്തേക്ക് കെട്ടിയവൻ്റെ പേര് കൂടെ ചേർക്കുന്നവർ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പഠിച്ചോ, ഞാൻ പഠിക്കാൻ പറഞ്ഞല്ല, അത് കുറ്റപ്പെടുത്തിയതല്ല. ഞാൻ പറഞ്ഞത് വാപ്പ, ഒരു കുട്ടി തൻ്റെ മക്കൾക്ക് പേരിടേണ്ട ഉത്തരവാദിത്തം നിനക്കുള്ളതാ. ഏത് പേരിടണം മക്കൾക്ക്? ഒരു വാപ്പയുടെ കടമയാ തൻ്റെ മക്കൾക്ക് നല്ല പേരിടാൻ. അപ്പൊ ഈ കുട്ടിയോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ജ്വാല നിങ്ങളുടെ പറഞ്ഞു. കരിവണ്ടെന്ന് പറഞ്ഞാൽ അറിയോ? അപ്പൊ ഈ കുട്ടിക്ക് വാപ്പ ഇട്ടിരിക്കുന്ന പേര് കരിവണ്ടെന്നാ. ഇനി നിങ്ങൾ ചിന്തിക്ക്, നിങ്ങളുടെ മക്കൾക്ക് ഇട്ടിരിക്കുന്ന പേരെന്താ? സ്വന്തം മക്കളുടെ പേരിന്റെ അർത്ഥം പോലും അറിയാത്തവരാ നമ്മൾ പലരും. പെണ്ണുമ്പിള്ള ഗർഭിണിയാകുമ്പോൾ തന്നെ പണ്ടൊക്കെ ഉസ്താദന്മാരോട് ചോദിക്കും പേര്. ഇപ്പൊ യൂട്യൂബിൽ കയറി നോക്കും, ഫേസ്ബുക്കിൽ നോക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് നോക്കിക്കേ, എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, എൻ്റെ മകളുടെ പേര് വെറൈറ്റി പേരാ. അപ്പം ഞാനും ചിന്തിച്ച് ഇതെന്ത് പേരായിരിക്കുമല്ല. അപ്പം ഓം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പേര് ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. അപ്പം എനിക്കൊരു ആഗ്രഹം തോന്നി എന്താണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പേര്? ഫാത്തിമ നിഫാസ്. ഞാൻ പറഞ്ഞു, നല്ല പേരാ. ഒരു വാപ്പ തൻ്റെ മകൾക്ക് ഇട്ടിരിക്കുന്ന പേര് ഫാത്തിമ നിഫാസ്. ഫാത്തിമ എന്ന് പറഞ്ഞാൽ മുത്തി നബിയുടെ മോളുടെ പേര്, നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവരക്തം. ഞാൻ പറഞ്ഞ ഹൈലൊന്നും കൂടി ഇടാൻ. നിങ്ങൾ ചിരിക്കരുത്, നിങ്ങളാരും ചിരിക്കരുത്. നിങ്ങളുടെ മക്കളുടെ പേരെന്താ? ആലോചിക്കും. സ്വന്തം മക്കളുടെ പേരിൻ്റെ അർത്ഥം അറിയണ എത്ര പേരുണ്ട്? അതൊന്നും ഇല്ലെന്നേ, എന്തെങ്കിലൊക്കെ അങ്ങ് ഇടുക. അർത്ഥമൊന്നുമില്ല. അർത്ഥം എന്താ? അത് രാജകുമാരൻ, രാജകുമാരി. എവിടെ? ഫേസ്ബുക്കിൽ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാ? മുഹമ്മദ് എന്നാ. നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? പള്ളിക്കാട്ടി സലാം പറഞ്ഞ പോലെ പറചങ്ങാതിമാരെ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് മുഹമ്മദ് എന്നാണോ? ആണോ? അല്ല, അല്ല. അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബുദുല്ല. ആരെങ്കിലും ഉണ്ടെ കൈപൊക്കിക്ക്. അബുദുല്ല. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരെന്താ? അബുദുല്ല. മുത്തുനബി അങ്ങനെ തന്നെ പറയാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ഞാൻ അള്ളാന്റെ അടിമയാണെന്ന് പറയാനാ. ഞാൻ അള്ളാന്റെ അടിമയാണെന്ന് പറയുന്ന മുത്തുനബിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബുദുല്ല. അബ്ദുറഹ്മാൻ എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? 2 പേര്, 3 പേര്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ പേര് അബ്ദുറഹ്മാൻ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹ് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മുഹമ്മദി എന്ന പേര് നല്ല പേരല്ല എന്നല്ല ഞാൻ പറഞ്ഞ. മുഹമ്മദി എന്ന് പേരിടണം മക്കൾക്ക്. നബി തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും തൻ്റെ മക്കൾക്ക് എൻ്റെ പേരിട്ടാൽ, മുഹമ്മദ് എന്ന് പേര് ചേർത്തിട്ടാൽ, നാളെ സ്വർഗത്തിൽ അവരെൻ്റെ കൂടെയാണെന്ന് നബിയിന റസൂലുള്ളാഹി. മുഹമ്മദ് എന്ന് പേരിട്ട മക്കൾക്ക് അതാ നബിയോടുള്ള സ്നേഹം. മുഹമ്മദ് എന്ന് പേരിട്ടാൽ തന്നെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ പോകാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല, നിങ്ങളൊക്കെ മക്കൾക്ക് നല്ല പേരിട്ടിട്ടുണ്ട്. ഉമർ, അബൂബക്കർ, സഅദ്, മിസ്അബ്, ഉമൈർ, ഫാത്തിമ, ആയിഷ, ഖദീജ, നഫീസ, മൈമൂന, മറിയം. അൽഹംദുലില്ലാ, മനോഹരമായ പേര് എല്ലാവരും വിട്ടിട്ടുണ്ട്. ഒരു വാപ്പ തൻ്റെ മകന് പേരിട്ടിരിക്കുകയാ മുഹമ്മദ് ഹസൻ. ഏറ്റവും മനോഹരമായ പേരാ. പക്ഷേ നിങ്ങളിൽ എത്ര പേരാ നിങ്ങളുടെ മക്കളുടെ പേര് വിളിക്കുന്നത്?
മക്കളുടെ പേര് വിളിക്കുന്ന എത്ര വാപ്പമാരുണ്ട് നെളിഞ്ഞിരിക്കുന്നല്ലോ. എടാ മുഹമ്മദ് ഹസനെ എന്ന് വാപ്പ തൻ്റെ മകന് പേര് വെച്ചിട്ട് വാപ്പ വിളിക്കുന്നത് മോനെ അക്കുവേ, മോനെ കുക്കുവേ. ചുമ്മാതല്ല പെണ്ണെ അവൻ നിന്നെ പെടലിക്ക് തരുന്നത്. എടാ എവിടെയെങ്കിലും കിടന്ന ഈ അക്കു എന്ന് പറഞ്ഞാൽ ബാലരമയ്ക്കകത്തം കണ്ടുള്ളൊരു ഒരു ചെറിയ എന്തിൻ്റെ പേര് അക്കു അല്ലേ? ചുമ്മാതല്ല അവൻ നിന്നെ. അള്ളാഹു കാക്കട്ടെ, ഞാൻ ഇവിടെ ഒന്നും പറയണില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു വാപ്പ ഒരു ഉമ്മ തൻ്റെ മകന് ദ്വാ ചെയ്യുന്നതിനേക്കാളും ലോകത്ത് വേറെ ആര് ദ്വാ ചെയ്താലും കേൾക്കോ? എൻ്റെ വാപ്പ എനിക്കിട്ട പേര് സിറാജുദ്ദീൻ, ദീനിൻ്റെ വിളക്ക്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേട്ടത് ദീനിൻ്റെ വിളക്ക് എന്ന് വിളിക്കണതാണ്. കോടാനുകോടി പേരെന്നെ വിളിച്ചിട്ടുണ്ട് ദീനിൻ്റെ വിളക്കേ, ദീനിൻ്റെ വിളക്കേ എന്ന്. അല്ല ഇഷ്ടപ്പെട്ട ഏതോ ഒരു നല്ല മനുഷ്യൻ എന്നെ ദീനിൻ്റെ വിളക്കേ എന്ന് വിളിച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ വിരിക്കുന്നത്. അല്ലാതെ ഞാൻ ആലിമൊന്നും ആയിട്ടില്ല, ഞാൻ വലിയ മഹാനൊന്നും ആയിട്ടല്ല. അല്ല ഇഷ്ടപ്പെട്ട ഏതോ ഒരു മനുഷ്യൻ്റെ വിളി അല്ല കേട്ടു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് മക്കൾക്ക് അബൂബക്കർ എന്ന് പേരിട്ടാൽ അബൂബക്കർ എന്ന് തന്നെ വിളിക്കൂ വാപ്പ. ഉമർ എന്ന് പേരിട്ടാൽ ഉമർ എന്ന് വിളിക്ക്. സഅദ് എന്ന് പേരിട്ടാൽ മോനെ സഅദ് എന്ന് വിളിക്ക്. എൻ്റെ പെണ്ണെ മോളെ ഖദീജ, മോളെ ആയിഷ, മോളെ നഫീസ. നീ ഇട്ട പേരല്ലേ, നീ നിൻ്റെ മകളുടെ പേര് തന്നെ വിളിക്ക്. ആ പേരിലെ വിളി, ആ അർത്ഥം എന്നെങ്കിലും ഒരിക്കൽ അല്ല കേട്ട നിൻ്റെ മക്കൾ നന്നാകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ മക്കളുടെ പേര് വിളിക്കാൻ നിയ്യത്ത് ചെയ്യ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വിളിക്കൂലേ? മോനേന്ന് വിളിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. യാ ബുനയ്യ ഖുർആൻ പറയുന്നുണ്ട്, ഏ പൊന്നുമോനെ. നബി തങ്ങൾ ഫാത്തിമ ബീവിയെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ അവിടെ നിന്ന് പറഞ്ഞത് മക്കളുടെ പേര് തന്നെ വിളിക്ക്, നല്ല പേര്. ചിലപ്പോൾ എന്നെങ്കിലും ഒരു ദിവസം അല്ലാഹ് നിൻ്റെ വിളി കേൾക്കും. എപ്പോഴാ മലക്ക് അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ഖബറിനെ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഞാൻ ഒരിക്കൽ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ വീട്ടിൽ രാവിലെ ഇരിക്കുമ്പോൾ ഒരു ഉസ്താദ് വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഉസ്താദെ എൻ്റെ മോന് ഭയങ്കര കുരുത്തക്കേടാ, ദുആ ചെയ്യണേ. നിങ്ങൾ ശ്രദ്ധിക്കണം, വാപ്പമാർ കേൾക്കണം. എൻ്റെ മോന് ഭയങ്കര കുരുത്തക്കേടാ, പറഞ്ഞാൽ അനുസരിക്കില്ല, ദുആ ചെയ്യണേ. അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയരുത്, കാരണം നിങ്ങൾ അവൻ്റെ വാപ്പയാ. നിങ്ങളുടെ നാവ് കൊണ്ട് അവൻ കുരുത്തക്കെട്ടവനാ, അവൻ പറഞ്ഞാൽ അനുസരിക്കാത്തവനാ എന്ന് നിങ്ങൾ പറയുമ്പോഴെങ്ങാനും മലക്കുകൾ ആമീന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ ആയിപ്പോവും. നമ്മളെന്തൊക്കെയാ പറയണേ? സ്വന്തം മക്കളെ എന്തൊക്കെ പറയും? ബുദ്ധിയില്ലാത്തവൻ, കഴുത, മരക്കഴുത. ആരെ വിളിക്കണേ? നൊന്തുപറ്റ മോനെ, നീ ഒരു കാലത്തും നന്നാവില്ലടാ. അല്ലാഹു ആലം. സംസാരിക്കുന്ന സംസാരം സൂക്ഷിക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരു വാപ്പയ്ക്ക് തൻ്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ എന്താ? മക്കൾക്ക് നല്ല പേരിടുക. ഇട്ടിട്ടുണ്ടോ ഇല്ലേ നീ ആലോചിക്ക്. ഏറ്റവും കുറഞ്ഞത് നിൻ്റെ മക്കളുടെ പേരിൻ്റെ അർത്ഥം എന്താണെങ്കിലും നിങ്ങൾ നോക്ക്. അത് യൂട്യൂബിൽ നോക്കിയിട്ട് കാര്യമില്ല, ഉസ്താദന്മാരോട് തന്നെ ചോദിക്കണം. ഒരു ഉസ്താദിനോട് മാത്രം ചോദിച്ചാൽ പോരാ, വേറെ ആരോടെങ്കിലൊക്കെ ചോദിക്കണം. എന്നിട്ട് അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഇനി എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ, അവൻ്റെ മുമ്പ് മുഹമ്മദ് എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ മുഹമ്മദേ എന്ന് തന്നെ വിളിക്കുക. ബാക്കി വിട്ടേരെ, അത് പേപ്പറിൽ കിടക്കട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3 ഞാൻ നിർത്തുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ കുട്ടിയോട് പറഞ്ഞു കൊടുത്തു, മോനെ, നിൻ്റെ വാപ്പയ്ക്ക് നിന്നോടുള്ള 3ാമത്തെ കടമ, നിന്നെ അദബ് പഠിപ്പിക്കേണ്ടത് വാപ്പയുടെ ജോലിയാണ്. ഒരു വാപ്പയുടെ ഉത്തരവാദിത്തമാണ് തൻ്റെ മക്കൾക്ക് മര്യാദ, അദബ് പഠിപ്പിക്കുക, നിസ്കരിക്കാൻ പഠിപ്പിക്കുക. ഖുർആൻ പള്ളിയിലെ ഖത്തീബിൻ്റെ പണിയല്ലത്. നീ വിചാരിച്ച് പള്ളിയിലെ ഉസ്താദിനെ ഏൽപ്പിച്ചിരിക്കണത് നിൻ്റെ മക്കളെ പാപ്പിക്കാനാ? അത് പള്ളിയിലെ ഉസ്താദിന്റെ ജോലിയല്ല. എടാ, വാപ്പയായ നിന്റെ ജോലിയാ. വാപ്പയുടെയും ഉമ്മയുടെയും ഉത്തരവാദിത്തമാ അല്ലാഹ് ആരാണെന്ന് പഠിപ്പിക്കൽ, മുത്തുനബി ആരാണെന്ന് പഠിപ്പിക്കൽ, ഈമാൻകാരി എന്താണെന്ന് പഠിപ്പിക്കൽ, നിസ്കരിക്കാൻ പഠിപ്പിക്കൽ വാപ്പയുടെ ജോലി. ആ ചെറുക്കൻ ഉമർ തങ്ങളോട് പറയുന്നത്, എൻ്റെ വാപ്പ ഇന്ന് വരെ ഒരു നന്മ എനിക്ക് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിക്ക്, എല്ലാവർക്കും അറിയുമല്ലോ, നിങ്ങളുടെ ജോലിയല്ലേ മക്കളെ നന്നാക്കേണ്ടത്. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ പറകാക്കാമാരെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം താത്താമാരെ? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണടാ? 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം?
തല്ലണം. നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മക്കളെ തല്ലിയ ഏതെങ്കിലും വാപ്പായോ ഉമ്മായോ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ആഡിറ്റോറിയത്തിന് നല്ല ഉറപ്പല്ലേ? ഈ കൈവെക്കാതിരിക്കണ ആണിൻ്റെയും പെണ്ണിൻ്റെയും മക്കൾ 5 നേരം നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കൊന്നുമല്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലി നിസ്കരിപ്പിക്കണമെന്ന് പഠിച്ച ആളാ നീ ഇന്ന് വരെ തല്ലിയിട്ടുണ്ടോ? സ്കൂളിൽ പോടാന്ന് പറഞ്ഞ് തല്ല, ട്യൂഷന് പോടാന്ന് പറഞ്ഞതല്ല അല്ലേ? ഇന്ന് വരെ ഒന്ന് ആലോചിക്കാമിന, ഇനി എന്നാ നീ നേരെയാവുക? നിനക്ക് തല്ലാൻ അവകാശമുണ്ടോ? എടാ തല്ലാൻ പറ്റുമോ? ബർക്കത്ത് വേണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. ബർക്കത്ത് വേണോ? ഇനി പറ വേണോ? ഏതെങ്കിലും ഒരു വാപ്പ തൻ്റെ മക്കൾ നിസ്കരിക്കാത്ത മക്കളെ തല്ലി നമസ്കരിപ്പിക്കാൻ, തൻ്റെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു വാപ്പ തൻ്റെ വീട്ടിൽ ഒരു വടി വെട്ടിവെച്ചാൽ ആ വീട്ടുകാർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മുത്തുനബി ദുആ ചെയ്തിട്ടുണ്ട്, മക്കളെ നന്നാക്കാൻ ഒരു വടി വീട്ടിൽ വെച്ചാൽ മതി. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും വീട്ടിൽ വടിയുണ്ടോ? ഉണ്ടോ മനുഷ്യന്മാരെ? കയ്യൊന്നും പൊക്കണ്ട. ഉണ്ടോ താത്താമാരെ? പക്ഷെ നിന്റെ വാപ്പ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വടി ഇല്ലേ? ഈ പ്രായമുള്ളവർ പറയട്ടെ, നമ്മുടെയൊക്കെ വാപ്പമാര് ശൈത്താൻ കൂടുമ്പോ ഉമ്മ പറയും, അലമാരിയുടെ മോളി നോക്കടാ, ഇതോ അങ്ങോട്ട് നോക്കടാ. ഒരു കാപ്പിക്കമ്പ് ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. എൻ്റെ ഉമ്മ ഇങ്ങനെ പറയുക, കാപ്പിക്കമ്പ് നോക്കാൻ. ഒരു വടിയായിരുന്നടോ നമ്മളെ നന്നാക്കിയത്. അതുകൊണ്ട് ആ വീട്ടിൽ ബർക്കത്തുണ്ടായിരുന്നു. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമുക്ക് വടി വെട്ടിവെക്കാൻ പേടിയാ. കാരണം എന്തേ? ആ വടിയെടുത്ത് മക്കൾ നമ്മളെ തല്ലും. അതാ ഇന്നത്തെ കാലം. നമ്മളെ തല്ലും, പേടിയാ നമുക്ക്. മക്കൾ നമ്മളെ തല്ലുന്ന കാലം. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു വാപ്പയ്ക്ക് തൻ്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ നല്ല പേരിടുക. 3, അവനെ അദബ് പഠിപ്പിക്കണം, അവനെ മര്യാദ പഠിപ്പിക്കണം. അതിന് നിനക്ക് അധികാരമുണ്ടോ? എടാ, വാപ്പ പള്ളിയിൽ പോയാലല്ലേ മക്കളോട് പള്ളിയിൽ പോകാൻ പറയാൻ പറ്റൂ? എടാ, 5 നേരം നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്ന വാപ്പയോട് ചെറിയ മകൻ വന്നിട്ട് ചോദിക്കും, പാപ്പ ഞാനും വരട്ടെ പള്ളിയിലോട്ട്, എന്നെ കൂടെ കൊണ്ടുപോവോ? ഇനി ഒരു ദിവസം വാപ്പ പള്ളിയിൽ പോയില്ലെങ്കിൽ മോൻ ചോദിക്കുക, എന്തേ വാപ്പ പള്ളിയിൽ പോണില്ലേ? ഇന്ന് വാപ്പ ഇങ്ങനെ ചാരുകസേരയിൽ കട്ടൻ പീടിയും വലിച്ചുകൊണ്ടിരിക്കുക. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോടാ പള്ളിയിൽ പോടാ, ഞാനിവിടെ ഇരിക്കുക, നീ പോയിട്ട് വരാൻ. ഇതാ ഇരിക്കണം നിരന്ന്. മഗ്രിബിൻ്റെ സമയമാകുമ്പോൾ, മോളെ വെള്ളിയാഴ്ച രാവ യാസീൻ ഓത്, സലാത്ത് പറ, നിസ്കരിക്കും മോളെ, ഞാൻ ടി വിയുടെ ഫ്രണ്ടിൽ പെറ്റ് കിടക്കുക സീരിയൽ കണ്ടുകൊണ്ട്. ഇവളാ പറയണ മക്കളോട് നന്നാവാൻ. നാലേക്ക് നീ ടി വിയുടെ എന്നാൽ നീയല്ലേ ആദ്യം നിസ്കരിക്കണ്ടേ? ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, പെണ്ണ് നന്നായാൽ വീട് നന്നാകും, ലോകം നന്നാകും. ഒരു പെണ്ണ് നന്നായാൽ മതി ഈ ലോകം നന്നാകാൻ. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. എടോ, ബാപ്പ എത്ര നല്ല മഹാനാണെങ്കിലും പെണ്ണും പിള്ള ശരിയല്ലെങ്കിൽ പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ. നിങ്ങളെന്താ എന്നെ നോക്കണം? അള്ള കാക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊന്നും പറഞ്ഞതല്ല, ഞാൻ തെളിവ് സഹിത പറഞ്ഞത്. എടാ, ഭർത്താവ് എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും കെട്ടിയ പെണ്ണും പിള്ള നേരെയല്ലെങ്കിലും മക്കൾ തലതിരിഞ്ഞു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. തെളിവ് വേണോ? തെളിവ് വേണോ? മഹാനായ പ്രവാചകൻ, മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം ദഅവത്ത് നടത്തിയ നബി, രാവിലെ മുതൽ വൈകുന്നേരം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹയെക്കുറിച്ച് പറഞ്ഞ നബിയ നൂഹ് നബി. 950 വർഷം രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് ദഅവത്ത് നടത്തിയ നബിയ നൂഹ് നബി. പക്ഷേ നൂഹ് നബിയുടെ പെണ്ണും പിള്ള നേരെയായോ? നേരെയായില്ല. നൂഹ് നബിയുടെ ഭാര്യ നേരെയായില്ല. നേരെയാകാതെ വന്നപ്പോൾ തൻ്റെ മക്കളും തലതിരിഞ്ഞു പോയി. ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞ ചരിത്രവാ. നൂഹ് നബിയുടെ ഭാര്യ നേരെയാകാതെ വന്നപ്പോൾ തൻ്റെ മകനോട് വിളിക്കുന്നുണ്ട്, യാ ബുനയ്യ ഇർകബ് മഅനാ, മോനെ വെള്ളത്തിൽ മുങ്ങിച്ചാകുമ്പോൾ മഹാനായ നൂഹ് നബി വിളിക്കുന്നുണ്ട്, മോനെ കേറടാ, കപ്പലിൽ രക്ഷപ്പെടാം. ഇല്ല വാപ്പ, ഞാൻ ആ കാണുന്ന പർവ്വതത്തിൻ്റെ മുകളിൽ കയറി രക്ഷപ്പെടും, ചത്തുപോയി. ഒരു പ്രവാചകന്റെ ഭാര്യ നേരെയാകാതെ വന്നപ്പോൾ മക്കൾ വഴിവഴച്ചു പോയി.
എന്നാലോചിക്കുക, ഒരു പ്രവാചകന്റെ അവസ്ഥ ഇത്. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം പ്രവാചകനാ. ലൂത്ത് നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാ. പക്ഷെ ഭാര്യ നേരെയായില്ല, മകനും തലതിരിഞ്ഞു പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പെണ്ണ് നന്നായാലേ ക്ലിയർ ആകൂ. ഭാര്യ നന്നാകണം. ഒരു ദീനുള്ള പെണ്ണുണ്ടെങ്കിൽ നമ്മുടെ വീട് സ്വർഗമാകും. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കല്യാണം കഴിഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് ഇനി നേരെയാകാനുള്ള വഴി, ഉസ്താദെ എൻ്റെ ഭാര്യ നേരെയാകണം, എൻ്റെ ഭർത്താവ് നേരെയാകണം, എനിക്ക് നല്ല ഭാര്യ വേണം, എനിക്ക് നല്ല ഭർത്താവിനെ വേണം. ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും പെട്ടു. ഇനി രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞിട്ട് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അൽഹംദുലില്ലാ. ഇനി നിൻ്റെ ഭർത്താവ് നന്നാകാനുള്ള വഴിയേട്ടാ, ഇടയ്ക്ക് ഭർത്താക്കന്മാർ നന്നാകാനുള്ള വഴി. ഉസ്താദ് എൻ്റെ ഭാര്യ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരെ, നിങ്ങളുടെ ഭാര്യയും നന്നാകാനുള്ള വഴിയാണ് ഇനിയുള്ളത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നമ്മുടെ സ്വർഗത്തിലും അള്ളാഹു ഭാര്യമാരാക്കി തരുമാറാകട്ടെ. വേണ്ടേ? നിങ്ങളുടെ പെണ്ണുമ്പിള്ളയുടെ സ്വഭാവമൊക്കെ മാറും. ഈ കാണുന്നൊന്നുമല്ല പെണ്ണുങ്ങൾ, ഇവരുടെയൊക്കെ സ്വഭാവങ്ങൾ അള്ളാഹു മാറ്റിത്തരും. പെണ്ണ് കെട്ടാൻ തന്നെ പേടിയ പലർക്കും. പലരും ചോദിക്കും, എന്തിനാ ഉസ്താദെ പെണ്ണ് കെട്ടണേന്ന്. ചില പെണ്ണുങ്ങൾ ചോദിക്കും, ഉമ്മ എന്തിനാ ഉമ്മ എന്നെ കെട്ടിക്കണേ, ഞാൻ ഇങ്ങനെ നടന്നൂടെ. എന്തിനാ പെണ്ണ് കെട്ടണമെന്നറിയോ? ഖുർആൻ പറഞ്ഞ എന്തെന്നറിയോ? പെണ്ണ് കെട്ടിയാൽ കിട്ടുന്ന ഒരു പ്രതിഫലം ഞാൻ പറയാം. കല്യാണം കഴിച്ചാൽ കിട്ടുന്ന ഒരു പ്രതിഫലം ഖുർആൻ പറയുകയാ. പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും? കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും? നിങ്ങൾ പറ, എന്ത് കിട്ടും? നിങ്ങൾ പറയൂല. കാരണം എന്തേ? എന്ന് കെട്ടിയോ അന്നത്തോടു കൂടി സമാധാനം പോയെന്നാ നമ്മൾ പറയണേ. എന്നാണോ ഞാൻ കല്യാണം കഴിച്ചത് അന്നത്തോടുകൂടി എൻ്റെ സമാധാനം പോയി എന്നാ നമ്മൾ പറയണത്. എന്നാൽ ഖുർആൻ പറഞ്ഞത് സമാധാനം കിട്ടുമെന്നാ. അപ്പൊ തെറ്റുപറ്റിയത് ആർക്കാ? ഖുർആനല്ല, നമുക്കാ. ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. അള്ളാന്റെ ഈ ദുനിയാവിൽ കുടുംബജീവിതത്തിനേക്കാളും സന്തോഷമുള്ള ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ ഈ ദുനിയാവിൽ കുടുംബജീവിതത്തിനേക്കാൾ സന്തോഷമുള്ള ഒന്നുമില്ല. ഈ ഇരിക്കണ എല്ലാവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നല്ലേ? ആണോ? ആണോ? ആണ്. സ്വർഗത്തിൽ പോകണമെന്ന ആഗ്രഹത്തിനേക്കാൾ വലുതൊന്നുമില്ല. നമ്മളൊക്കെ ജീവിക്കുന്നത് തന്നെ സ്വർഗത്തിൽ പോകാനാ. എങ്കിൽ ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു, സ്വർഗത്തിലേക്ക് കയറ്റിവിട്ടു. ആദം നബി അള്ളാഹു സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിൽ കയറ്റിവിട്ടു. ആദം നബി സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കാം. അള്ളാഹു ആദം നബിയോട് ചോദിച്ചു, ആദമേ എന്താ നിനക്കൊരു സന്തോഷമില്ലാത്ത? എന്തേ ആദമേ നിനക്കൊരു സന്തോഷമില്ലാത്തത്? ആദം നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എവിടെ വെച്ച്? സ്വർഗത്തിൽ വെച്ച്. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലൂടെ നടക്കുന്ന ആദം നബി പറഞ്ഞ മറുപടി എന്തോ ഒരു കുറവുള്ളതുപോലെ. ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ലെന്നാ പറഞ്ഞേ. എന്താ പറഞ്ഞേ? ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ലെന്ന്. ഹവ്വാ റളിയല്ലാഹു തആല അൻഹുവിനെ കിട്ടിയപ്പോഴാ ആദം നബിക്ക് സന്തോഷം ഉണ്ടായ, സമാധാനം കിട്ടിയത്. അപ്പോൾ സ്വർഗമാണോ വലുത്, കുടുംബജീവിതമാണോ വലുത്? ചിന്തിക്ക്. ഭാര്യയാണോ വലുത്? ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിക്കുമ്പോഴുള്ള ആ സന്തോഷം സ്വർഗത്തെക്കാളും വലുതെന്ന് ഈ ചരിത്രം പഠിപ്പിക്കണേ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകണം, കുടുംബസമേതം പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഖുർആൻ യാസീൻ ഓതുമല്ലോ, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തും വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഈ ഇരിക്കണ നിങ്ങളിൽ ചിലര് ഭാര്യയും ഭർത്താവും മക്കളും നാളെ സ്വർഗത്തിൽ ചാരുകസേരയിൽ ഇരിക്കുന്ന. ചാരുകസേരയിൽ ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഇങ്ങനെ സുഖിക്കും. ചുറ്റുഭാഗം മുഴുവനും ഖാദിമീങ്ങൾ ഉണ്ടാകും, സേവകര്. അപ്പൊ ഇങ്ങനെ ചോദിക്കും, എൻ്റെ പൊന്നാമിന, നിങ്ങൾ ദുനിയാവിലും ഒരുമിച്ച് ഇവിടെയും ഒരുമിച്ച് എങ്ങനെ പറ്റിയെന്ന്. ഇവിടെ നാളെ ചോദിക്കൂടെ ചങ്ങാതി, നീയും നിന്റെ പെണ്ണും പിള്ളയും നിന്റെ മക്കളും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇരുന്ന് സുഖിക്കുക. സ്വർഗത്തിൽ കയറി വരുന്ന മലക്കുകൾ ഉൾപ്പെടെ എല്ലാവരും പറയും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, നിന്നെ ബഹുമാനിക്കും.
അപ്പം ചോദിക്കും, ദുനിയാവിൽ ഒരുമിച്ച് ഇവിടെയും ഒരുമിച്ച് എങ്ങനെ? അള്ളാഹു ഒരുമിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഒരുമിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. കുടുംബസമേതം സ്വർഗത്തിൽ പോകണം, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അങ്ങനെ പോകണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ, ചില പോരായ്മകളുണ്ട് നമുക്ക്. പെണ്ണുങ്ങളെക്കുറിച്ച് പഠിക്കണം. 10, 20, 30 കൊല്ലം കൂടെ നടന്നാൽ പോരെ സഹോദര. പെണ്ണാരാണെന്ന് ആദ്യം പഠിക്കണം. അവിടെയാ നമുക്ക് വഴിപറ്റിപ്പോയേ. പെണ്ണിന് ചില സ്വഭാവങ്ങളുണ്ട്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, ഏതൊരു ഭർത്താവിൻ്റെയും ആഗ്രഹമാണ് ഞാൻ വരച്ച വരയിൽ എൻ്റെ ഭാര്യ നിൽക്കണം, ഞാൻ പറയുന്നത് എൻ്റെ ഭാര്യ അനുസരിക്കണം. ഇതൊരു ഭർത്താവിൻ്റെ ആഗ്രഹമാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇല്ലേ? ഏതൊരു ഭർത്താവിൻ്റെ വാശിയ, ഞാൻ വരച്ച വരയിൽ എൻ്റെ ഭാര്യ നിൽക്കണം. നീ കയറി നിന്നോ, കിയാമത്ത് നാൾ വരെ നിന്റെ പെണ്ണുപിള്ള കയറി നിൽക്കൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ ഉറപ്പിച്ചു പറയാം, നീ കിയാമത്ത് നാൾ വരെ വരച്ചിട്ട് നോക്കിക്കൊണ്ട് നിൽക്കണം, നിന്റെ പെണ്ണുമ്പോൾ അതിൽ കയറി നിൽക്കൂല. കാരണം അത് അങ്ങനെ അള്ളാഹു അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് വളഞ്ഞ ഇല്ലിൽ നിന്നാ. കൂടുതൽ വളച്ചാലും ഒടിയും, കൂടുതൽ നൂത്താലും പോകും. രണ്ടും ചെയ്യരുത്. വളയ്ക്കേം വേണ്ട, നൂക്കേം വേണ്ട. അതാ കുടുംബജീവിതം. തെളിവ് വേണോ? മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ വീട്ടിലേക്ക് കയറി വരിക. യുദ്ധമെങ്ങാണ്ട് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ. യുദ്ധമെങ്ങാണ്ട് കഴിഞ്ഞിട്ട് വളരെ വേദനയോടെ പ്രയാസത്തോടെ പ്രവാചകൻ വീട്ടിലേക്ക് കയറി വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല വീടിന്റെ വാതിലിൽ നിൽക്കുന്നുണ്ട്. പ്രവാചകൻ യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭാര്യ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് ഭാര്യയോടാ? നമ്മുടെ ഭാര്യ എങ്ങാനും ആ ചോദിച്ചത് മാത്രമേ ആ പാപത്തിന് ഓർമ്മ കാണത്തുള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ, നട്ടുച്ചയ്ക്ക് പള്ളിയിൽ വന്നിട്ട് വെയിൽ കൊണ്ട് ക്ഷീണിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പെണ്ണുമ്പിള്ള ചോദിക്കാൻ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാ? നമ്മുടെ മറുപടി ഞാൻ പറയണില്ല. നമ്മുടെ മറുപടി എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ മാത്രം മതി. ഇല്ലേ? ആയിഷ ബീബി ചോദിക്കുകയാ, നബിയെ, അങ്ങയുടെ ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് നിന്നെയാ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതൊരു സൈക്കോളജി വശമാണ്. പ്രവാചകൻ വീടിൻ്റെ അകത്ത് കയറി. രണ്ടാമത്തെ ചോദ്യം, ഈ ലോകത്ത് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? കേട്ട പൊട്ടന്മാരെ പോലെ ഇരിക്കരുത്, നിങ്ങൾ കേൾക്കണം. ഇത് ഭർത്താക്കന്മാര്, ഓരോ ഭർത്താക്കന്മാരും കേൾക്കണം. ആയിഷ ബീവിയുടെ രണ്ടാമത്തെ ചോദ്യം, ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? നബിതങ്ങൾ പറഞ്ഞു, നിന്റെ വാപ്പ അബൂബക്കർ സിദ്ദീഖിനെയാ. ആയിഷ ബീവി കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തു. ഇതാ പെണ്ണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നിന്റെ കൂടെ പറപ്പ്, ഓള് കേട്ട പരിചയമെങ്കിലും കാണിക്കോ? എന്നാൽ അവളുടെ വാപ്പ ഒന്ന് പറഞ്ഞു വയ്ക്കേ, ഇന്ന് വഴുത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട്, ആമിന, നിന്റെ വാപ്പാനെ പോലൊരു നല്ല മനുഷ്യ ഈ ദുനിയാവിൽ, ഒന്ന് പറഞ്ഞു വയ്ക്കേ. നിന്റെ ഉമ്മ, നിന്റെ കൂടപ്പിറപ്പ്, ഒന്ന് പറഞ്ഞു നോക്കുക. മതി, പെണ്ണുമ്പിള്ള തലേ കയറാതെ നോക്കിയാൽ മതി. അത്രയ്ക്ക് സന്തോഷം അവൾക്ക്. ഇതാണ് പെണ്ണ്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പിന്നെ അടിയും വഴക്കും അതില്ലെങ്കിൽ പിന്നെ ജീവിതമില്ലല്ലോ. എടാ, ചട്ടിയും കലവും ആകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ നടക്കുന്നല്ലേ? നബിതങ്ങൾ ഇറച്ചിക്കറിയുമായിട്ട് വീട്ടിൽ കയറി ചെന്നപ്പോഴത്തേക്ക് ആയിഷ ബീവി പാത്രം വരെ എറിഞ്ഞു പൊട്ടിച്ച കഥയുണ്ടല്ലോ. നമ്മളൊക്കെ ആലോചിക്കേ, ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ ഖലീഫയോട് പരാതി പറയാൻ പോവാ ഉമർ തങ്ങളുടെ വീട്ടിൽ. പടപേടിച്ച് പന്തളത്ത് പോയപ്പോൾ പന്തം കൊളുത്തി പറയണ പോലെ ഉമർ തങ്ങൾ ഖലീഫയായിരിക്കുമ്പോൾ പെണ്ണുമ്പിള്ളയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ ഉമർ തങ്ങളോട് പരാതി പറയാൻ ഒരു സാധു വീട്ടിൽ ചെന്നപ്പോൾ ഉമർ തങ്ങളെ ഭാര്യ നിർത്തി പൊരിച്ചോണ്ടിരിക്കുക. ഈ ചങ്ങാതി മിണ്ടാതെ ഇറങ്ങിപ്പോയി. ഉമർ തങ്ങൾ കാണുന്നുണ്ട് ഇവൻ വരുന്നതും പോകുന്നതും. ഈ സാധു വീട്ടിൽ വന്നിട്ട് ഇറങ്ങിപ്പോയി. ഉമർ തങ്ങൾ രാവിലെ ചോദിച്ചു, നീ എന്തിനാ എൻ്റെ വീട്ടിൽ ഇന്നലെ രാത്രി വന്നേന്ന്? ഒന്നുമില്ല. പറ, എന്തിനാ വന്നേ? എൻ്റെ ഭാര്യയുടെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ പരാതി പറയാനാ വന്നത്. അവിടെ വന്നപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. കാരണം എന്തേ? ഉമർ തങ്ങൾ ഇതാ പെണ്ണ്. അതുകൊണ്ട് എന്താ, ജീവിതത്തിൽ അടിയും വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ ഒരു പരിധി ഉണ്ടാകണം, അതിനപ്പുറം ആവരുത്. അതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? എടോ, ഭാര്യ കരഞ്ഞാൽ തീരണമെല്ലാം. ആയിഷ ബീവിയും നബിതങ്ങളും പിണങ്ങി. രണ്ടുപേരും തമ്മിൽ വഴക്കുകൂടി പിണങ്ങി. എന്തോ ഒരു വിഷയത്തിൽ രണ്ടുപേരും പിണങ്ങി. പിണക്ക് ഇത്തിരി നീണ്ടുപോയി. സാധാരണ ഒരു ദിവസം കൊണ്ട് തീരും. പക്ഷെ അന്ന് 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, പിണക്കം നീണ്ടുപോയി.
അപ്പം മധ്യസ്ഥനായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. ആയിഷ ബീബിയുടെ വാപ്പയുമാണ് നബി തങ്ങളുടെ കൂട്ടുകാരനുമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ വന്നു. ഭർത്താക്കന്മാരൊക്കെ കേൾക്കണം കേട്ടാ. അബൂബക്കർ തങ്ങൾ വീട്ടിലേക്ക് വന്നു. നബി തങ്ങൾ പറഞ്ഞു, ആയിഷ നിനക്ക് പറയാനുള്ള പരാതിയൊക്കെ പറയാൻ പറഞ്ഞു. നമ്മൾ എന്ത് പറയും? പെണ്ണിൻ്റെ വീട്ടുകാർ മിണ്ടരുത് നമ്മൾ പറയും. അങ്ങനെ ഭർത്താവിൻ്റെ വീട്ടുകാർ പറയും, പെണ്ണുമ്പിള്ളയുടെ വീട്ടുകാരനുസരിക്കണം, നീ മിണ്ടരുത്. നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു, ആയിഷ നീ പറ, ആദ്യം നിന്റെ പരാതി പറ. അതാ മുത്തുനബി. ആയിഷ ബീബി പരാതി പറയാൻ തുടങ്ങി. പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തോ ഒരു വാക്ക് പറഞ്ഞു. അതാണല്ലോ സ്വാതന്ത്ര്യം കൂടുമ്പോൾ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ നമ്മൾ പറയൂലേ, നിങ്ങൾ അങ്ങനെ കാണിച്ചേടാ, നീ അങ്ങനെ പറയുന്ന പോലെ നബിയെ പറയാൻ പാടില്ലാത്ത എന്തോ ഒരു വാക്ക് ആയിഷ ബീവി പറഞ്ഞു. അബൂബക്കർ തങ്ങൾക്ക് സഹിച്ചില്ല, കൊടുത്ത് ആയിഷ ബീവിയുടെ മുഖത്തിറണം. മുത്തി നബിയെ പറയാൻ പാടില്ലാത്ത എന്തോ ഒരു വാക്ക് പറഞ്ഞപ്പോഴത്തേക്ക് വാപ്പയുടെ അല്ലേ സംസാരിക്കണേ, ഒരൊറ്റ അടി കൊടുത്തു ഫാത്തിമ ആയിഷ ബീവി റളിയല്ലാഹു തആലയുടെ മുഖത്ത്. ഭർത്താവ് പിണങ്ങിയിരിക്കുക, മധ്യസ്ഥ പറയാൻ വന്ന വാപ്പ ഭർത്താവിൻ്റെ മുന്നിലിട്ട് തല്ലി. ആയിഷ ബീവി കരയാൻ തുടങ്ങി. ആയിഷ ബീവി കരയാൻ തുടങ്ങി. പിണങ്ങിയിരുന്ന നബി തൻ്റെ ഭാര്യ കരയണത് കണ്ടപ്പോൾ അടുത്തു വന്നു, കെട്ടിപ്പിടിച്ചു. തൻ്റെ ഭാര്യ കരയണത് കണ്ടപ്പോൾ അടുത്തു വന്ന് കെട്ടിപ്പിടിച്ച് കണ്ണുനീര് തുടച്ചു. എന്നിട്ട് അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, മധ്യസ്ഥ പറയാൻ വന്ന മധ്യസ്ഥ പറയണം, എൻ്റെ പെണ്ണും പിള്ളയെ തല്ലാൻ നിനക്ക് ആരവകാശം തന്നു? അബൂബക്കർ തങ്ങൾ കുടുങ്ങി. അബൂബക്കർ തങ്ങൾ കുടുങ്ങി. ഞാൻ പറഞ്ഞു വന്നത്, ഭാര്യയുടെ കണ്ണ് നിറഞ്ഞ തീരണമടോ. അതാ സ്നേഹം, അതാ സ്നേഹം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സ്നേഹമാണ് നമുക്കാർക്കും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങൾ പറയുമല്ലോ, ഉസ്താദെ എൻ്റെ ഭർത്താവ് എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, എന്നോടുള്ള കടമകളൊന്നും പാലിക്കുന്നില്ല എന്ന് പറയുന്നല്ലോ. നീ സ്വന്തമായിട്ട് ചിന്തിക്ക്, നീ ആ മനുഷ്യനോടുള്ള കടമകൾ പാലിക്കാറുണ്ടോ? നീ എന്തെങ്കിലും ഒരു വില കൊടുക്കാറുണ്ടോ നിൻ്റെ ഭർത്താവിന്? നിങ്ങൾക്ക് വിഷമം തോന്നരുത്. പ്രായമാകും തോറും ഭർത്താവിനെ ആദരിക്കേണ്ട സഹോദരിമാരെ, ബഹുമാനിക്കണം, ആദരിക്കണം. അതിന് അങ്ങനാണല്ലോ, അങ്ങോട്ട് കൊടുത്താലല്ലേ ഇങ്ങോട്ടും കിട്ടത്തുള്ളൂ. അങ്ങോട്ട് കൊടുത്താലല്ലേ. അതെങ്ങനെ? ചില വാപ്പാമാർ പ്രായമുള്ളവരിയ്ക്കുന്നല്ലോ, കല്യാണം കഴിച്ചു 50, 55, 60 വയസ്സായ പെണ്ണുമ്പുള്ള ഒരു റൂമിൽ, ഭർത്താവ് ഒരു റൂമിൽ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലേ വാപ്പ? ഇരിക്കണം ആലോചിക്കുക. ഈ പ്രായമുള്ളവരൊന്ന് ചിന്തിക്ക്. നീ ഇരിക്കണ പ്രായമുള്ള ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കിടക്കണം എത്ര പേരുണ്ട്? ഇല്ല. പ്രായം ചെന്ന് കഴിഞ്ഞാൽ കിടക്കാറില്ല. കാരണം എന്തേ? ആമിന വാടി ഒരുമിച്ച് കിടക്കാവോ? മക്കളൊക്കെ പോകളവാ, മക്കളൊക്കെ തന്നെ. അപ്പൊ നിങ്ങൾ പെണ്ണ് കെട്ടി എന്തിനാ? വെറും സുഖത്തിന് വേണ്ടി മാത്രമാണോ? അങ്ങനല്ല. സത്യത്തിൽ പ്രായമാകുമ്പോഴല്ലേ വാപ്പ കൂടെ കിടക്കണ്ടേ? സുന്ദരിയായി നടക്കുന്ന നിന്റെ ഭാര്യയല്ല, പ്രായമായ ഭാര്യയുടെ കൂടെയല്ലേ കിടക്കേണ്ടത്? ആ രോഗം പിടിച്ച് കിടക്കുന്ന ഭർത്താവിൻ്റെ കൂടെയല്ലേ ഉമ്മ നീ കിടക്കേണ്ടത്? മക്കളുടെ ഭർത്താവിൻ്റെ കൂടെ കിടക്കും, നീ നിന്റെ ഭർത്താവിൻ്റെ കൂടെ കിടക്കണം. അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എങ്കിലും നിങ്ങൾക്കറിയുമോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് പഠിക്കാൻ ഞാനൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രായം ചെന്നവർ മനസ്സിലാക്കണം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. എങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയായിരുന്നെന്നറിയോ? ഏറ്റവും കൂടുതൽ സ്നേഹം ആരെയായിരുന്നെന്നറിയോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ എന്ന് കേട്ടാൽ കണ്ണ് നിറയുമായിരുന്നു. ഖദീജയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ഒരിക്കൽ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, മുത്തുനബി എന്തു പറഞ്ഞാലും ഖദീജ എന്നാ പറയാ. എൻ്റെ ഖദീജയെ പോലെ, എൻ്റെ ഖദീജയെ പോലെ, എൻ്റെ ഖദീജയെ പോലെ ആകണം. എങ്ങനെ പ്രവാചകൻ ഏത് കാര്യം പറഞ്ഞാലും ഇങ്ങനെ പറയും. ഒരിക്കൽ സഹി കെട്ടിട്ട് കേട്ട് മടുത്തിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ഈ കിളവിയോട് മാത്രം എത്ര സ്നേഹം താന്ന്? വേറെ ഒരു പെണ്ണും ഇല്ലാത്ത പോലെ ഈ കിളവിയോട് എത്ര എന്താ? അള്ളാഹുവിൻ്റെ റസൂല് കരയാൻ തുടങ്ങി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. എന്തിനെന്നറിയോ? തൻ്റെ ഖദീജയെ കിളവി എന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല. തൻ്റെ ഭാര്യയായ ഖദീജ ബീവിയെ കിളവി എന്ന് വിളിച്ചത് മുത്തുനബിക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്ന കാലം വരെ ഖദീജ എന്ന് പറഞ്ഞാൽ മുത്തുനബി കരയും.
അള്ളാഹുവിൻ്റെ റസൂലിന് ആരെങ്കിലും ഇത്തിരി ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്ത ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് കൊടുക്കുമായിരുന്നു. അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ ഖദീജ ആരെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. അള്ളാഹുവിൻ്റെ പ്രവാചകനും ഖദീജ ബീവിയും തമ്മിൽ 15 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. നിങ്ങൾ പഠിക്ക്, ഓരോ പെണ്ണും പഠിക്കണം. അള്ളാഹുവിൻ്റെ റസൂലും ഖദീജ ബീവിയും കല്യാണം കഴിക്കുമ്പോൾ രണ്ടുപേരും തമ്മിൽ 15 വയസ്സിൻ്റെ വ്യത്യാസം. 25 വർഷം ഇവർ രണ്ടുപേരും ജീവിച്ചു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജ ബീവിയും 25 വർഷമാണ് കുടുംബജീവിതം നയിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വീട്ടിൽ ഒരുങ്ങി നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ പ്രായം ചെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കിളവിയ പ്രായം ചെന്ന ഉമ്മയാ. ആ ഉമ്മ വീട്ടിൽ നല്ല വസ്ത്രവും ധരിച്ചിട്ട് കാത്തു നിൽക്കുകയാ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ചിരിക്കുന്ന മുഖത്തോടെ വീടിൻ്റെ കവാടത്തിൽ കാത്തു നിന്നു. വീടിനകത്തേക്ക് കടന്നു വന്നു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. അള്ളാഹിൻ്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമായി. എന്തേ ഖദീജ ഇന്ന്, എന്തേ ഇത്ര സന്തോഷം? അള്ളാഹുവിൻ്റെ പ്രവാചകന് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. ഭക്ഷണമൊക്കെ കഴിച്ചു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മടിയിൽ വന്ന് കിടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിയിൽ വന്ന് കിടന്നു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മുത്തുനബിയോട് ചോദിച്ചു, നബിയെ, നമ്മൾ രണ്ടുപേരും ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. നമ്മൾ രണ്ടുപേരും ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. നബിയെ, ഞാൻ പോവുകയാണ് നബിയെ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മടിയിൽ കിടന്നിട്ട് പറയുകയാ, ഞാൻ പോകുകയാണ് നബിയെ. ഈ 25 കൊല്ലത്തിൻ്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലും അങ്ങയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഖദീജ ബീബിയുടെ വാ പൊത്തിപ്പിടിച്ചു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വാ പൊത്തിപ്പിടിച്ചു. എന്നിട്ട് മുത്തുനബി ചോദിക്കുന്നു, നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നു ഖദീജ? നീ എന്നോട് ചോദിക്കുന്നോ? നിങ്ങൾക്കറിയോ, ഖദീജ ബീവിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ലോകത്തൊരു പെണ്ണിനും കിട്ടൂല. ലോകത്ത് ഒരു പെണ്ണിനും കിട്ടൂല ഖദീജ ബീവിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം. ഖദീജ ബീവിക്ക് സ്വർഗത്തിൽ ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഒരു മുത്തിൻ്റെ കൊട്ടാരം, ഒരു മുത്ത് കൊണ്ടുണ്ടാക്കിയ കൊട്ടാരം. എന്തിനെന്നറിയോ ഉമ്മ? ഈ ഇരിക്കണ പെണ്ണുങ്ങളൊക്കെ കേൾക്കണം. എന്തിനാ അല്ലാഹു ഇത് കൊടുത്തെന്നറിയോ? 25 കൊല്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല ഖദീജ. 25 വർഷക്കാലം അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഭാര്യയായി ജീവിച്ചു. മുത്തുനബിയെക്കാളും 15 വയസ്സ് കൂടുതൽ. ആ 25 വർഷത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും ശബ്ദമുയർത്തി ഖദീജ സംസാരിച്ചിട്ടില്ല. അതിനല്ല കൊടുത്തതാ. നീയോ? നിന്റെ നാവിൻ്റെ നീളം നിങ്ങൾക്കറിയോ? ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ നാവിൻ്റെ നീളം നിങ്ങൾക്കറിയോ? എന്തൊക്കെ പറയും നിങ്ങൾ? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഭർത്താവിനോട് ചോദിച്ചാൽ ഒരു നല്ല വാക്ക് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വാ പൊത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്. കാരണം നിന്നെക്കുറിച്ച് പറയാൻ എനിക്കൊരു പരാതിയില്ല. നീ എന്നെ വിട്ടിട്ട് പോകുകയാണോ? നീ എന്നോട് യാത്ര പറയുകയാണോ? അള്ളാഹുവിന്റെ പ്രവാചകനെ പെടുന്ന ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വാ പൊത്തിപ്പിടിച്ചിട്ട്, ഖദീജ, നീ എന്നോട് യാത്ര പറയുകയാണോ ഖദീജ? നീ എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ? അള്ളാഹുവിന്റെ പ്രവാചകനെ പെടുന്ന പറയുമ്പോ മടിയിൽ കിടന്നിരുന്ന ഖദീജ ബീബി റളിയല്ലാഹു തആല അള്ളാന്റെ റസൂലിനെയൊക്കെ ചാടി എഴുന്നേറ്റിട്ട് കഴുത്തിലങ്ങ് കെട്ടിപ്പിടിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കഴുത്തിലെവിടെന്ന് കെട്ടിപ്പിടിച്ചിട്ട് മുത്തുനബിക്ക് ചുടുചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട്
എന്നിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചെവിയില് മുത്തുനബിയുടെ ചെവിയിൽ ഇങ്ങനെ രഹസ്യം പറയുകയാ. ആ പ്രായം ചെന്ന വൃദ്ധയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചെവിയിൽ പറഞ്ഞ രഹസ്യം എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് 3 ആഗ്രഹമുണ്ട് നബിയേ. ഞാൻ മരിച്ചാൽ എനിക്ക് 3 ആഗ്രഹമുണ്ട്, സാധിച്ചു തരുമോ? അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു. എന്തേ ഖദീജ? ആ സമയത്താണ് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. എൻ്റെ ജനാസ കുളിപ്പിക്കേണ്ടത് നിങ്ങളാണ്. ഒരാളും എൻ്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല, ഒരാളും കാണരുത്. എൻ്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം, എൻ്റെ ജനാസ നിങ്ങൾ കുളിപ്പിക്കണം. കുളിപ്പിക്കുമോ നബിയേ? ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ കരയുകയാ. അല്ലാഹുവിൻ്റെ റസൂൽ തലകുനിക്കുകയാണ്. ഖദീജ പറയുന്നു, രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എൻ്റെ മയ്യത്ത് കഫം പൊതിയുമ്പോ, എൻ്റെ മയ്യത്ത് കഫം പൊതിയുമ്പോൾ അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാളുണ്ടല്ലോ, അങ്ങെപ്പോഴും പുതയ്ക്കുന്ന പുതപ്പുണ്ടല്ലോ, നമ്മൾ എപ്പോഴും കിടക്കുമ്പോ പുതയ്ക്കുന്ന പുതപ്പുണ്ടല്ലോ, ആ പുതപ്പ് വെച്ചെൻ്റെ കഫം പൊതിയണം നബിയേ. എനിക്ക് അങ്ങയുടെ സുഗന്ധം വേണം നബിയേ. എനിക്ക് ഖബറിനകത്ത് കിടക്കുമ്പോഴും അങ്ങയുടെ സുഗന്ധം എനിക്ക് വേണം. അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന തുണി എൻ്റെ കഫം തുണിക്കകത്ത് വെക്കണം നബിയേ. റസൂലുള്ളാഹി തങ്ങൾ തലകുനിക്കുകയാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മൂന്നാമത് പറഞ്ഞത് എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, 6 അടി മണ്ണിനകത്ത് എൻ്റെ മയ്യത്തിറക്കുമ്പോ, ഖബറിനകത്തേക്ക് എൻ്റെ ജനാസ ഇറക്കുമല്ലോ, അങ്ങ് വേണം ഇറക്കി വെക്കാൻ. അങ്ങയുടെ കൈ കൊണ്ട് വേണം എൻ്റെ ജനാസ ഇറക്കി വെക്കാൻ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിൻ്റെ പ്രവാചകനോട് അവിടുന്ന് പറയുകയാ, അല്ലാഹുവിൻ്റെ റസൂലിനോട് അവിടുന്ന് വസിയത്ത് ചെയ്യുകയാ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിൻ്റെ പ്രവാചകനെ കെട്ടിപ്പിടിച്ച് പൊരുത്തം ചോദിച്ച് യാത്ര പറഞ്ഞ് മുത്തുനബിയുടെ മടിത്തട്ടിൽ കിടന്ന് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ യാത്രയാവുകയാണ്. പടച്ചവരെ, ഖദീജ ബീബിയുടെ മയ്യത്ത് കുളിപ്പിച്ചതാരാ? അല്ലാഹുവിന്റെ റസൂലാ കുളിപ്പിച്ചത്. ലോകത്ത് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമോ? ഖദീജ ബീബിയുടെ ജനാസ കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലാ. മുത്തുനബി ഇങ്ങനെ കുളിപ്പിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണിനൂല് ഇങ്ങനെ ഒഴുകുകയാണ്. മുത്തുനബിയുടെ കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ട്. കരഞ്ഞുകൊണ്ടാ ഖദീജ ബീബിയുടെ ജനാസ കുളിപ്പിച്ചത്. അവിടെ നിന്ന് കഫം പൊതിയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ തന്റെ ചുമലിൽ കിടന്ന ഷാൾ എടുത്തിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കഫം തുണിക്കകത്ത് വെക്കുകയാ. ഭാര്യയുടെ ആഗ്രഹമല്ലേ, ഭാര്യയുടെ വസിയത്തല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ജനാസ പൊതിഞ്ഞു പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് ഖബറിനകത്തിറക്കുമ്പോ അല്ലാഹുവിൻ്റെ പ്രവാചകന് ഖബറിനകത്തിറങ്ങിയിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഇങ്ങനെ കൈകൊണ്ട് താങ്ങിയെടുക്കുകയാണ്. 6 അടി മണ്ണിനകത്തിറക്കി വെക്കുമ്പോ റസൂലുള്ളാഹി കരയുകയാ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുഖത്തേക്ക്, ആ കഫം തുണിയുടെ മുകളിലേക്ക് അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ കണ്ണുനീര് വീണെന്ന് ചരിത്രം പറയുമ്പോ മരിക്കുന്ന കാലം വരെ റസൂലുള്ളാഹി മറന്നില്ല. ഖദീജ എന്ന് പറഞ്ഞാൽ കരയുമായിരുന്നു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, അതിനുള്ള കാരണം ഖദീജ അങ്ങനായിരുന്നു. ഖദീജ റസൂലുള്ളാഹിയോട് പെരുമാറിയത് അങ്ങനെയായിരുന്നു. ഇതിനാണ് കുടുംബജീവിതമെന്ന് പറയുന്നത്. അല്ലാതെ പരസ്പരം തമ്മിൽ തല്ലി തീർക്കാനല്ല. ഈ ഖദീജ
ഖദീജയുടെ മകളായിരുന്നില്ലേ ഫാത്തിമ? ഈ ഖദീജയുടെ മകളായിരുന്നില്ലേ ഫാത്തിമ? ഈ ഫാത്തിമയുടെ മരണം എങ്ങനെയാ? ഈ ഫാത്തിമയുടെ മരണം എങ്ങനെയാ? ഈ ഖദീജയുടെ മകളായിരുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ എത്രാമത്തെ വയസ്സിലാ മരണപ്പെട്ടതെന്നറിയോ? ഇരിക്കുന്ന സഹോദരിമാരോട്, നിന്നെ പോലെ 30, 35, 40 വയസ്സൊന്നുമില്ലായിരുന്നു. ചെറുപ്രായത്തിലെ ആയിഷ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചെറുപ്രായത്തിലല്ലേ മരണപ്പെട്ടു പോയത്? മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലിയാർ തങ്ങളുടെ മടിയിൽ കിടന്നു. അലിയാർ തങ്ങളുടെ മടിയിൽ കിടന്നു. അലിയേ, എനിക്ക് പൊരുത്തം തരണേ അലിയേ, എനിക്ക് പൊരുത്തം തരണേ അലിയേ. ഞാൻ മരിച്ചാൽ എന്നെ രാത്രിയിലെ കബറടക്കാവോ? എന്നെ രാത്രിയിലെ കബറടക്കാവോ? അലിയാർ തങ്ങൾ ചോദിക്കുന്നു, എന്തേ ഫാത്തിമ പകല് കബറടക്കരുതെന്ന് പറയാറുള്ള കാരണം എന്താ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പകലാണ് എന്നെ കബറടക്കുന്നതെങ്കിൽ എൻ്റെ മയ്യത്ത് പൊതിയുന്നത്, എൻ്റെ മയ്യത്ത് ചുമക്കുന്നത്, എൻ്റെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാകുമല്ലോ അലിയേ. 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോ അവരെൻ്റെ ശരീരത്തിൻ്റെ വടിവ് കാണുമല്ലോ. എനിക്കത് ഇഷ്ടമല്ല അലിയേ എന്ന് പറയുകയാണ്. അല്ലാഹുവേ, ഖദീജയുടെ മകളായ ഫാത്തിമ, ഖദീജ ബീബിയുടെ മകളായ ഫാത്തിമയാ ഇത് പറയുന്നത്. അലിയാർ തങ്ങൾ കരഞ്ഞല്ലോ, അലിയാർ തങ്ങൾ കരഞ്ഞല്ലോ. അലിയാർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്നിട്ടല്ലേ ഫാത്തിമ ബീബി അവിടെ നിന്ന് മരണപ്പെടുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒരു നല്ല ഉമ്മയ്ക്ക് കിട്ടുന്ന മക്കളുടെ മഹത്വമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾ ഉമ്മയാക്, നിങ്ങൾ വാപ്പയാക്. ഇനിയെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കൾക്ക് മാതൃകയാകുന്ന വാപ്പയാകാം നിന്നെ കൊണ്ട് പറ്റിയാൽ. നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു ഉമ്മയാക്. മനുഷ്യ, നിന്നെ കണ്ടല്ലേ നിന്റെ ഭാര്യ പഠിക്കുന്നത്, നിന്നെ കണ്ടിട്ടല്ലേ നിന്റെ ഭാര്യ പഠിക്കുന്നത്. അതുകൊണ്ട് നീ നല്ലവനാക്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇങ്ങനെ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിലൊരു വീടുണ്ട്. ഇങ്ങനെ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിലൊരു വീടുണ്ട്. എന്തേ ദുആ ചെയ്യുന്നത്? പെണ്ണ് കെട്ടിയവനും കെട്ടാത്തവനും ചെയ്യണമെന്നാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. അല്ലാഹുവേ, എൻ്റെ ഭാര്യ നല്ലവളാക്കണേ അല്ലാ. എൻ്റെ ഭാര്യ നിന്നെ പേടിയുള്ളവളാക്കണേ അല്ലാ. എൻ്റെ ഭർത്താവിനെ നിന്നെ പേടിയുള്ളവനാക്കണേ അല്ലാ. നിസ്കരിക്കുന്നവനാക്കണേ അല്ലാ. ഖുർആൻ ഓതുന്നവനാക്കണേ അല്ലാ. അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്നവനാക്കണേ അല്ലാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. അല്ലാഹുവേ, എൻ്റെ മക്കളെ നന്നാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ദുആ ചെയ്യാൻ പറഞ്ഞേ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. ദുആ ചെയ്യണം, ഓരോ മനുഷ്യനും ദുആ ചെയ്യണം. അല്ലാഹുവേ, എൻ്റെ ഭാര്യയെ നന്നാക്കണം, എൻ്റെ മക്കളെ നന്നാക്കണം, അവരെ കണ്ണിന് കുളിർമയുള്ളവരാക്കണം, എന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്നവരാക്കണം. ഇങ്ങനെ ദുആ ചെയ്യണം, ഇങ്ങനെ ദുആ ചെയ്യണം. ദുആ ചെയ്ത് അവസാനം പറയുന്ന വാക്കെന്തെന്നറിയുമോ? ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള ഒരു മനുഷ്യനാക്കണേ അല്ലാ. എന്നെ നന്നാക്കണേ അല്ലാ. പടച്ചവനെ, എൻ്റെ ഭാര്യ പറയണം, എടാ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിന്നെക്കുറിച്ച് എല്ലാവരും നല്ലവനെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ചിലപ്പോൾ സ്റ്റേജിൽ കയറ്റി ഇരുത്തി ബഹുമാനിക്കാനും ആദരിക്കാനൊക്കെ പറ്റും. പക്ഷേ നീ നല്ലവനാണെന്ന് ആര് പറയണം? നിന്റെ കൂടെ കിടക്കുന്നവൾ പറയണം.
ഒരു മനുഷ്യരെ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്, എങ്കിൽ നീ രക്ഷപ്പെടും. നിന്റെ ഭാര്യ പറയണം, പടച്ചോനെ അല്ലാഹുവേ എൻ്റെ ഭർത്താവ് ആരെന്നറിയോ, പാതിരാത്രി 12 മണിക്ക് 1 മണിക്ക് വന്നാലും എൻ്റെ ഭർത്താവ് സുബഹി നിസ്കരിക്കുന്നവനാ എന്ന് നിന്റെ ഭാര്യ പറയണം. പെണ്ണെ, നീ നല്ലവളാണെങ്കിൽ നിന്റെ ഭർത്താവ് പറയണം, എൻ്റെ ഭാര്യ ഉണ്ടടാ എനിക്ക് ദുആ ചെയ്യാൻ. ഞാൻ എത്ര കൊള്ളാത്തവനാണെങ്കിലും എൻ്റെ ഭാര്യ നിസ്കരിക്കുന്നവളാ, അവൾ നോമ്പ് പിടിക്കുന്നവളാ, അവൾ ഖുർആൻ ഓതുന്നവളാ, അവളുടെ ദുആ ഉണ്ട് എനിക്ക് രക്ഷപ്പെടാൻ എന്ന് നിന്നെക്കുറിച്ച് നിന്റെ ഭർത്താവ് പറയണം. ഇങ്ങനൊരവസ്ഥയാ വേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ മക്കൾക്കും മാതൃകയാകുക. ഭർത്താവ് ഭാര്യയ്ക്ക് മാതൃകയാകണം, ഭാര്യ ഭർത്താവിന് മാതൃകയാകണം, ഭാര്യയും ഭർത്താവും മക്കൾക്ക് മാതൃകയാകണം. അപ്പോഴാ കുടുംബമാകുന്നത്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാതെ മോനെ പള്ളിയിൽ പോകടാ എന്ന് പറയാൻ വാപ്പയ്ക്ക് തന്നെ അവകാശമില്ല എന്ന് വാപ്പയ്ക്കറിയാം. ഉമ്മയ്ക്ക് പറയാൻ അവകാശമില്ല, തൻ്റെ മകളോട് തെറ്റ് തിരുത്തി കൊടുക്കാനുള്ള അവകാശം നിനക്കില്ല. കാരണം നീ അതേ തെറ്റ് ചെയ്യുന്നത് നിൻ്റെ മോള് കാണുന്നവളാ, പിന്നെങ്ങനെ നേരെയാകാനാ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പരസ്പരമുള്ള കടമകൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴെവിടെ വെച്ചാണ് എന്ത് സംഭവിക്കുന്നറിയില്ല. എല്ലാവരും പൊരുത്തം ചോദിക്കണം. രാത്രിയിൽ കിടക്കുമ്പോൾ ഭർത്താവ് ഭാര്യയോട് പൊരുത്തം ചോദിക്കണം, ഭാര്യ ഭർത്താവിനോട് ചോദിക്കണം. ആരെങ്കിലും ചോദിക്കാറുണ്ടോ? നമ്മൾ ഓരോരുത്തരും പരസ്പരം, ഞാൻ എൻ്റെ ഭാര്യ എന്നും രാത്രി എന്നോട് ചോദിക്കുക എന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് പൊരുത്തപ്പെടണം. ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവൾ പറയില്ല, പൊരുത്തപ്പെടുമെന്ന്. കാരണം അങ്ങനെയാണ്. കാരണം ഏതൊരു മനുഷ്യനും എപ്പോഴാണ് മരിച്ചു പോകുന്നതെന്നറിയില്ലടോ. ഏത് നിമിഷമാണ് നമ്മളെ തേടി മരണം വരുന്നതെന്നറിയില്ല. ആ രാത്രിയിലെ കിടപ്പ് ജീവിതത്തിൽ അവസാനത്തെ കിടപ്പാണെങ്കിൽ കൂടെ കടന്നവളുടെ പൊരുത്തം പോലും ഇല്ലാതെ മരണപ്പെട്ടിട്ട് എന്ത് കിട്ടാനാ? ഭർത്താവെ, നിന്റെ കൂടെ കിടന്ന നിന്റെ ഭാര്യയുടെ പൊരുത്തം നിനക്കില്ല, നിന്റെ ഭർത്താവിൻ്റെ പൊരുത്തം പോലും നിനക്ക് കിട്ടാതെ നീ മരണപ്പെട്ട് എന്ത് കിട്ടാനാ? അതുകൊണ്ട് ഓരോ രാത്രിയിലും കിടക്കുമ്പോൾ പരസ്പരം പൊരുത്തം ചോദിച്ചിട്ട് വേണം കിടക്കാൻ. പൊരുത്തത്തോടു കൂടി മരിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.